അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, നോക്കൂ, ഇപ്പോൾ ഇവിടെ ശശി തരൂർ പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ലോ, അത് ശശി തരൂർ ഒന്ന് പണിഞ്ഞതാണോ എന്ന് ഇപ്പോൾ കേട്ടപ്പോൾ ഒരു സംശയം. വീട് പണിതിട്ടല്ലേ എന്ന് പറയുന്നത്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസങ്ങളിൽ ഒരു പാട്ട് കേട്ടിരുന്നല്ലോ, വീടെവിടെ ഫണ്ട് എവിടെ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ്. അതുപോലത്തെ ഒരു കാര്യം ശശി തരൂർ ഓർമ്മിപ്പിച്ചതാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ അവസാനം തോന്നിയത്. ഇതാണോ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്? ആളുകളുടെ വോട്ടർമാരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണ്? അവർ കഴിഞ്ഞ 10 കൊല്ലം, ആ 10 കൊല്ലത്തിൻ്റെ അവസാനത്തെ 5 കൊല്ലത്തിൽ എങ്കിലും നടന്ന കാര്യങ്ങൾ, അവർ അനുഭവിച്ച കാര്യങ്ങൾ, അവർക്ക് അനുഭവവേദ്യമായ കാര്യങ്ങൾ, അതെല്ലാം കൂടി വെച്ചുകൊണ്ട് അവർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയായിരുന്നു. അവിടെ നടന്നിട്ടുണ്ടാകുക ഒരിക്കലും ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷത്ത് കേൾക്കുന്ന ശബ്ദങ്ങളിൽ പറയുന്ന കാര്യങ്ങളല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് ധൈര്യം പകരുന്നത് എന്താണ്? ശ്രീലാൽ, ഇവിടെ 1-2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ തന്നെ 3 പേർ ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് മാധ്യമപ്രവർത്തകരാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, ഇപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയമാണ് അദ്ദേഹം, അതിനോടൊപ്പം ഓരം ചേർന്ന് നിന്ന് സംസാരിക്കാനാണ് എത്തിച്ചേർന്നതെങ്കിൽ പോലും അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, ഇവിടെ നടത്തിയിട്ടുള്ള സർവേകളെല്ലാം തന്നെ PR ആയിരുന്നു. അത് ആ രൂപത്തിലുള്ള ഒരു വാചകമാണ് അദ്ദേഹം ചേർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതൊരിക്കലും ശരിയായില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഒരു പരിധിവരെ എല്ലാവരും അങ്ങനെയാകണമെന്നില്ല. ചിലപ്പോൾ ചിലർക്കൊക്കെ ചില താല്പര്യങ്ങളുണ്ടാവാം. ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെയാണ് നിൽക്കുന്നത് എന്ന രൂപത്തിൽ പറഞ്ഞു വെച്ചതിൽ ചെറിയൊരു പിശക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ കോൺഗ്രസിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞു, അദ്ദേഹം പറയുമ്പം അതിൽ ഓരോ കാര്യങ്ങളെയും ഇഴകീറി പരിശോധിച്ചിട്ട് അതിനെ കോൺഗ്രസ്സിന് എങ്ങനെ, അത് കോൺഗ്രസ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് പറയുമ്പോഴെന്താണ്, ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, വീണെടുത്ത് കിടന്ന് ഉരുളരുത്, ഉരുണ്ടാൽ കൂടുതൽ ചെളി പറ്റും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെളി പറ്റി എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് KPCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ, അതുപോലെ തന്നെ മുൻ പ്രസിഡന്റും മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള ശ്രീ K മുരളീധരൻ, ശ്രീ ശശി തരൂർ, അതുപോലെ തന്നെ ശ്രീ കോഴിക്കോട് MP ആയിട്ടുള്ള ശ്രീ MK രാഘവൻ ഒക്കെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അവർ പരസ്യമായി ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെയും അതിനുവേണ്ടി വാദിക്കുന്ന ആളുകളെയും അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് കോൺഗ്രസിനകത്തെ ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകൾ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല. നിങ്ങൾ നോക്കൂ, 2021 എത്ര പേർക്ക്, ഞാനൊന്നൊരു പ്രധാനപ്പെട്ട ജനപ്രതിനിധി ആയിരുന്നതുകൊണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധി ആയിരുന്നതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അന്ന് തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഇതുപോലെ തന്നെ വോട്ട് പെട്ടിയിലായ സന്ദർഭത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി, അവരുടെ മന്ത്രിമാർ, അവർക്ക് ഏതൊക്കെ വകുപ്പുകൾ, ആരൊക്കെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായിരിക്കണം എന്നതുവരെ നിശ്ചയിച്ച് മുന്നോട്ട് പോയൊരു കാലഘട്ടമാണ് 2021 ഉണ്ടായത്. നിങ്ങൾ നോക്കൂ, ഈ ജനാധിപത്യത്തെ അല്ലെങ്കിൽ ഈ ജനങ്ങൾ ചെയ്ത ഈ ഒരു സത്കർമ്മത്തെ എത്രമാത്രം അപഹാസ്യമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രി വാദവുമായി, അതിൽ തന്നെ പ്രാദേശിക വാദമുണ്ട്, മറ്റ് പല വാദങ്ങളുമുണ്ട്. ഈ വാദഗതികളുമായി രംഗത്ത് വരുന്ന ആളുകൾ ഇതേ രീതിയിലുള്ള സമാനമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നാം ഇതിനകത്ത് വളരെ കൃത്യമായി കാണേണ്ടതാണ്. അതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ശശി തരൂരിൻ്റെ പ്രസ്താവന. ഇവിടെ സജീവ സാർ വളരെ കൃത്യമായി അത് പറഞ്ഞു കഴിഞ്ഞു. റൂം പണിതിട്ട് പോരെ ഫർണിച്ചർ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിന് നമ്മൾ ഒരു അർത്ഥതലങ്ങൾ ഒരുപാടുണ്ട് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇവിടെ റൂമൊന്നും ആയിട്ടില്ല. ഒരു കണക്കിൽ ഒരു വശം പരിശോധിച്ച് കഴിഞ്ഞാൽ അത് പെട്ടിക്കകത്താണ്. അതിന് മുൻപേ തന്നെ ഞങ്ങൾക്ക് 100 സീറ്റിൻ്റെ ക്ലീൻ എഡ്ജാണ് വരാൻ പോകുന്നത് എന്ന് അണികളെ ആവേശപ്പെടുത്താനാണെങ്കിൽ പോലും അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം ഒരല്പം അതിര് കടന്നു പോയോ എന്നൊരാശങ്ക എല്ലാ ആളുകൾക്കും, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, നമ്മളുമായിട്ടൊക്കെ തന്നെ സംസാരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചിട്ട് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീകുമാർ സാർ പറഞ്ഞത്, അത് LDF കൺവീനർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അദ്ദേഹം ആത്മവിശ്വാസം പങ്കുവച്ചില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിൽ ഒരു കണക്കിൻ്റെയോ ഒരു
വസ്തുതകളുടെയോ പിൻബലമല്ലാതെ വാചക കസർത്ത് മാത്രം പറയാൻ CPM-നോ ഇടതുപക്ഷത്തിനോ കഴിയില്ല. കാരണം അതൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു ബോഡി കൂടെയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കണക്കിലേക്ക് എത്തിച്ചേർന്നത് എന്നൊരു മറുചോദ്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെയും മറുപടി പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങളെ സമീപിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത്. കോൺഗ്രസ് ആ പ്രസ്ഥാനം അതിൻ്റെ രാഷ്ട്രീയ ജീർണതയിലേക്ക് ഓരോ നാൾ കഴിയും തോറും, നാളുകൾ പിന്നിടും തോറും കൂടുതൽ ജീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച മുഴുവനും. നിങ്ങൾ നോക്കൂ, അവർ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നു. ഇപ്പോൾ PJ കുര്യൻ ഇലക്ഷൻ സമയത്ത് തന്നെ വേദിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, രമേശ് ചെന്നിത്തലയല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകേണ്ടത്, ആകണം എന്ന രൂപത്തിൽ. കെ സുധാകരൻ പറയുകയാണ് രമേശ് ചെന്നിത്തലയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവേണ്ടത്. എറണാകുളം DCC പ്രസിഡന്റ് പറയുന്നു അത് ഞങ്ങൾക്ക് എറണാകുളത്തിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ മറ്റൊരാൾ പറയുന്നു എറണാകുളത്തിനല്ല, ഇത് ആലപ്പുഴയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഇനി മറ്റു പല അവകാശവാദങ്ങളും വരും ദിവസങ്ങളിൽ, അതായത് മെയ് 4-ന് മുമ്പായി ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ രൂപത്തിൽ ഇപ്പോൾ ഇവിടെ നെയ്യാറ്റിൻകര മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയാകുന്നതും അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വകുപ്പാകണം എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള കാര്യങ്ങളാണ്. ഈ രൂപത്തിൽ ജീർണതയിൽ നിന്നും ജീർണതയിലേക്ക് എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി കോൺഗ്രസ് കേരളത്തിൽ മാറുകയാണ്. അവിടെ ഇതിന് ദേശീയ നേതൃത്വത്തിന് പോലും ഇതിന് വിലക്കേർപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ നിർത്തണം എന്ന് പറയാനോ കഴിയാത്ത നിലയിലേക്കുള്ള ഒരു വല്ലാത്ത ദൗർബല്യം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ പോലും പിടികൂടിയിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർക്ക് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും. ഇവിടെ ഇന്ന് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ആളുകൾ ആരൊക്കെയാണ്? അതിൽ 2 ആളുകളെന്ന് പറയുന്നത് KPCCയുടെ മുൻ പ്രസിഡന്റുമാരാണ്. ഒരാൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, ഒരാൾ കോഴിക്കോടിൻ്റെ MP ആണ്. പരസ്യ പ്രസ്താവന ആരിലാണ് വിലക്കേർപ്പെടുത്താൻ വേണ്ടി പോകുന്നത്? എത്രമാത്രം ദുഷിച്ച ജീർണതാപൂർണമായ തമ്മിലടിച്ച് തലതല്ലിക്കീറുന്ന യാദവ കുലത്തെ അനുസ്മരിപ്പിക്കുന്ന നിലയിലുള്ള ഒരു രീതിയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോവുകയാണ്. അവർക്കൊരു ചെറിയ എഡ്ജ് ചില മാധ്യമങ്ങൾ കൊടുത്തപ്പോഴുണ്ടായ, അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞ കാര്യത്തെ മുൻനിർത്തിയുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടക്കുന്നത്. വസ്തുതയുമായി യാതൊരുവിധ പിൻബലവുമില്ല. 4-ാം തീയതി രാവിലെയാണ് വോട്ടെണ്ണാൻ വേണ്ടി പോകുന്നത്. ഇനിയും 10-23 ദിവസം ബാലൻസ് കിടക്കുകയാണ്. അപ്പോഴാണ് ഈ രൂപത്തിലുള്ള അമിത അവകാശവാദങ്ങളുമായി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് നാം ഈ അവസരത്തിൽ ചേർത്ത് വെച്ച് വായിച്ചു മുന്നോട്ട് പോകുന്നത്.